ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഐ എം അബ്ദുൾ റസാഖ്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാട്ടോ. എന്നോട് സത്യം പറയൂ. എങ്ങനെ പറയാം? ടെൽ മീ ദ ട്രൂത്ത്. അതെല്ലാവർക്കും അറിയാം അല്ലേ? ടെൽ മീ ദ ട്രൂത്ത്. എന്നാൽ നിങ്ങൾ എന്നോട് നുണ പറഞ്ഞു, എന്നോട് കള്ളം പറഞ്ഞു. എങ്ങനെ പറയാം? യു ടോൾ മീ എ ലൈ. യു ടോൾ മീ എ ലൈ. അപ്പോൾ അവൻ എന്നോട് കള്ളം പറഞ്ഞു എന്നെങ്ങനെ പറയുക? അപ്പോൾ യു എന്നുള്ളത് മാറ്റി ഹീന്നാക്കിയാൽ മതി. ഹീ ടോൾ മീ എ ലൈ. അവളാണെങ്കിലോ, അവൾ എന്നോട് കള്ളം പറഞ്ഞു. ഷീ ടോൾ മീ എ ലൈ. അവരാണെങ്കിലോ ദേ വെച്ചാൽ മതി. ഇനിയിപ്പോൾ പേര് വെക്കണം. റാമ, റീന്, ഫൈസൽ, ജേക്ക. റാം എന്നോട് കള്ളം പറഞ്ഞു. റാം ടോൾ മീ എ ലൈ. എന്നാൽ അവൻ എന്നോട് സത്യം പറഞ്ഞു. ഹീ ടോൾ മീ ദ ട്രൂത്ത്. അത് മനസ്സിലായല്ലോ? അടുത്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ സമയത്തിന് മുന്നേ നിങ്ങൾ സംസാരിക്കരുത്. എങ്ങനെ പറയാം? നിങ്ങൾ സംസാരിക്കും. നമ്മൾ ഒരു മീറ്റിങ്ങിലൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അവസരം തരാം. നിങ്ങളുടെ സമയത്തിന് മുന്നേ നിങ്ങൾ സംസാരിക്കരുത്. യു മസ്റ്റ് നോട്ട് സ്പീക്ക് ഔട്ട് ഓഫ് യുവർ ടേൺ. അത്രേ ഉള്ളൂ. യു മസ്റ്റ് നോട്ട് സ്പീക്ക് ഔട്ട് ഓഫ് യുവർ ടേൺ. ഈ മസ്റ്റ് നോട്ട് എന്നുള്ളത് ചുരുക്കി, അതിൻ്റെ കൺട്രാക്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണ്. മസ്റ്റ് നോട്ടിന് എങ്ങനെ പറയുക? മസ്റ്റിൻഡ് എന്ന് പറയരുത് കേട്ടോ. മസിൻഡ്, മസിൻഡ് എന്നേ പറയുള്ളൂ. മസ്റ്റിൻഡ് പറയരുത്, മസിൻഡ്. അപ്പോൾ നിങ്ങളുടെ സമയത്തിന് മുന്നേ നിങ്ങൾ സംസാരിക്കരുതെന്ന് എങ്ങനെ പറയാം? യു മസിൻഡ് സ്പീക്ക് ഔട്ട് ഓഫ് യുവർ ടേൺ. ഈ സ്പീക്ക് മാറ്റി നിങ്ങൾക്ക് എന്തും വെക്കാം. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. നിങ്ങളുടെ സമയത്തിന് മുന്നേ നിങ്ങൾ പോവരുത് കേട്ടോ. യു മസിൻഡ് സ്പീക്ക് എന്നുള്ള മാറ്റി ഗോ വെച്ചാൽ മതി. ഗോ പോവുക എന്ന് നമുക്ക് അറിഞ്ഞൂടെ? നമുക്ക് എടുക്കുക, കൊടുക്കുക, ഇതിനൊക്കെ ഇംഗ്ലീഷ് അറിയാം അല്ലേ? അതവിടെ വെച്ചാൽ മതി. യു മസിൻഡ് ഗോ ഔട്ട് ഓഫ് യുവർ ടേൺ. നിങ്ങളുടെ സമയത്തിന് മുന്നേ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ സമയത്തിന് മുന്നേ നിങ്ങളത് ചെയ്യരുത് കേട്ടോ. എങ്ങനെ പറയാം? അപ്പോൾ ഗോ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അത് മാറ്റി ഡു വെച്ചാൽ മതി. യു മസിൻഡ് ഡു ഔട്ട് ഓഫ് യുവർ ടേൺ. നിങ്ങളുടെ സമയത്തിന് മുന്നേ നിങ്ങളത് എടുക്കരുത്. ഒന്ന് പറഞ്ഞു നോക്കൂ. അതന്നെ. യു മസിൻഡ് ടേക്ക് ഔട്ട് ഓഫ് യുവർ ടേൺ. നിങ്ങളുടെ സമയത്തിന് മുന്നേ നിങ്ങളത് കൊടുക്കരുത് കേട്ടോ. കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗിവ്. യു മസിൻഡ് ഗിവ് ഔട്ട് ഓഫ് യുവർ ടേൺ. നിങ്ങളുടെ സമയത്തിന് മുന്നേ നിങ്ങളിത് എഴുതരുത് കേട്ടോ. എക്സാം ഹോളിലൊക്കെ പറയാറില്ലേ, നിങ്ങളുടെ സമയത്തിന് മുന്നേ നിങ്ങൾ എഴുതരുത്. യു മസിൻഡ് എഴുതുക എന്നുള്ളതിന് റൈറ്റ്. യു മസിൻഡ് റൈറ്റ് ഔട്ട് ഓഫ് യുവർ ടേൺ. നിങ്ങളുടെ സമയത്തിന് മുന്നേ നിങ്ങളത് വായിക്കരുത് കേട്ടോ. യു മസിൻഡ് റീഡ് ഔട്ട് ഓഫ് യുവർ ടേൺ. ഇത്രയേ ഉള്ളൂ. ഈ മസ്റ്റിൻഡ് അല്ലെങ്കിൽ മസ്റ്റ് നോട്ട് ഇങ്ങനെയൊന്നും കേൾക്കില്ല, പറയില്ല. നമ്മൾ കേൾക്കുന്ന മസിൻഡ്. അപ്പോൾ നമ്മൾ കരുതുക എന്താ? ഇത് വേറെന്തോ തരം ഇംഗ്ലീഷാണ്. ഒന്നുമില്ല, വളരെ നോർമലാണ് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് നോക്കിക്കോളൂ. ഇതൊരു ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യമാണല്ലോ. എങ്ങനെ പറയാം? ഇതൊരു ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യമാണ്. ഇറ്റ്സ് ആൻ അൺആൻസറബിൾ ക്വസ്റ്റ്യൻ. കണ്ടോ? ആൻസറബിൾ നമുക്കറിയാം. അൺആൻസറബിൾ എന്ന് പറഞ്ഞാൽ ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യം. എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ആളെ കുഴപ്പിക്കുന്ന ചോദ്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇറ്റ്സ് ആൻ അൺആൻസറബിൾ ക്വസ്റ്റ്യൻ. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്ത് അറിയിക്കുമല്ലോ. നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ഐ എം അബ്ദുൾ റസാഖ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സൈക്കോലിംഗ്വിസ്റ്റിക് സ്കിൽസ് ആൻഡ് അമേരിക്കൻ ആക്സന്റ് ട്രെയിനർ. താങ്ക് യു.